സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 20-ാം വാക്യം. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഓരോ വിശ്വാസിയും എതിർപ്പ് നേരിടേണ്ടി വരാം. കാരണം അവർ തെറ്റിനെ അനുകൂലിക്കാതെ ശരിക്കു വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. നന്മ പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ നമ്മോട് നന്നായി പെരുമാറണമെന്ന് ഉറപ്പില്ല എന്നാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ചിലപ്പോൾ നാം കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വരും. ദാവീദ് തന്നെ എതിർക്കുന്നവരോട് പ്രതികാരം ചെയ്യാതെ അവൻ തൻ്റെ പ്രയാസം ദൈവസന്നിധിയിലെത്തിക്കുന്നു. പ്രിയ സ്നേഹിതരെ, മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്താലും ദൈവം അത് കാണുകയും തിന്മയുടെ മുൻപിൽ നന്മ ചെയ്യുന്നവരെ അവൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു. തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുവാൻ ശ്രമിക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ഈ നാളുകൾ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, തിന്മ ഞങ്ങൾക്കെതിരെ ഉയരുമ്പോൾ നന്മ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.